നമസ്കാരം. അപ്പോൾ ഇന്ന് നിങ്ങൾക്കിപ്പോൾ എന്നെ കാണുമ്പം ചെറിയൊരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നൊരു ഫീലായിരിക്കും. കാരണം അത് തന്നെയാണ്, ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ആകെ ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. ഞാൻ പല്ല് വെച്ച് മുഖം കഴുകി കുറച്ചൊരു ലിപ് ബാം ഇട്ടിട്ട് ഇതേ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. കാരണം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊരു ഫേസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. അതായത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഏതെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ പോകുന്ന ടൈമിൽ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുന്നേ നമ്മുടെ സ്കിൻ ഇപ്പം ഭയങ്കര ഗ്ലോ ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മേക്കപ്പും കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ ആ ഒരു ദിവസം ഫുള്ളായിട്ട് നിങ്ങളുടെ ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും കേട്ടോ. അതായത് മേക്കപ്പ് ഒക്കെ ഇട്ട് കിടമ്പം നല്ലൊരു ഫിനിഷിങ്ങും കാണും, നല്ലൊരു ഗ്ലോയും ഒരു അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കാണിച്ചു തരുന്നത്. പിന്നെ ഈ ഒരു പാക്കിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് ഫേസ് പാക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഇട്ട് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം മുഖം കഴുകുന്നത് വരെ ആ ഒരു ഗ്ലോ കാണും. അല്ലാതെ ഇത് സ്ഥിരം ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് ആയിട്ട് നിങ്ങളുടെ ഫേസ് ഇരിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് സ്ഥിരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ഥിരം നിങ്ങൾ ഈ ഒരു പാക്ക് ഇടേണ്ടി വരുമായിരിക്കും. ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഇടുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോയിങ് ഫേസ് കിട്ടും. നമ്മളത് നെക്സ്റ്റ് ഫേസ് വാഷ് ചെയ്യുന്നിടം വരെ ആ ഒരു ഗ്ലോ നിൽക്കും കേട്ടോ. ഞാൻ മിക്കപ്പോഴും നമ്മുടെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫേസ് നല്ല നാച്ചുറൽ ആയിട്ടൊരു ഉള്ളിൽ നിന്ന് ഒരു ഗ്ലോ വരുമെന്ന് പറയില്ല, ആ ഒരു ഗ്ലോയിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും മേക്കപ്പിന് മുന്നേ ഇടുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ വേണ്ടത്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ നമുക്ക് ഈ ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് ഫേസ് പാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പം നമ്മുടെ ഗ്ലോയിങ് പാക്കിന് ആദ്യം വേണ്ടത് ഓറഞ്ച് പീൽ പൗഡർ ആണ് കേട്ടോ. അത് 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ നമ്മുടെ ഗ്ലിസറിൻ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഗ്ലിസറിൻ നോക്കി വാങ്ങിക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ ആലുവേറ ജെല്ലാണ്, ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള റോസ് വാട്ടർ ആണ് കേട്ടോ എടുക്കേണ്ടത്. ഇതൊരു ജെൽ രീതിയിൽ നമുക്ക് ഇത്തിരി തിക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ അതിന് എത്രത്തോളം ബാലൻസ് ഇനി വെള്ളം ചേർക്കണോ അത്രത്തോളം നമ്മൾ റോസ് വാട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഇത്രയും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു രീതിയിൽ ഇത്തിരി ജെല്ല് പോലെ ആയിരിക്കണം നമുക്കിത് ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ മുടിയൊക്കെ മേളിൽ കട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്ക് ഇടാൻ വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ്. ഈ ഒരു റെഡ് കളറിലാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഇതിൽ എനിക്കൊരു കാര്യം മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിൽ ഇപ്പോൾ ചിലർ ചോദിക്കും നമുക്ക് ഈ ബീട്രൂട്ട് പൗഡറിന് പകരം നമുക്ക് ബീട്രൂട്ട് അരച്ചെടുക്കാവോ എന്ന് ചോദിക്കും കേട്ടോ. പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഈ നാച്ചുറലായിട്ട് ബീട്രൂട്ട് തന്നെ അരച്ചിടുന്ന ടൈമിൽ ആ ഒരു ടിൻറ്റ് മുഖത്തായി കഴിഞ്ഞ് ഒരു കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് അതൊന്ന് കുറച്ചൊന്ന് ഡള്ളാക്കാറുണ്ട് ഫേസ്. അതായത് നമുക്കൊന്ന് ഇരുണ്ട പോലെ ഫേസ് തോന്നാറുണ്ട് കേട്ടോ ബീട്രൂട്ട് നമ്മൾ അരച്ച് മുഖത്തിടുകയാണെങ്കിൽ. അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ബീട്രൂട്ട് പൗഡർ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ പൗഡർ ആകുമ്പം നമുക്കൊരു ആ ഒരു ഗ്ലോയിങ് ആണെങ്കിലും ഒരു ചുമന്ന് ഒരു തുടുതുടുപ്പ് കിട്ടും ഫേസിന്. അപ്പോൾ എന്തായാലും നിങ്ങൾ ബീട്രൂട്ട് പൗഡർ തന്നെ ഡ്രൈ ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യണം. അല്ലാതെ നമ്മുടെ ബീട്രൂട്ട് അരച്ച് നിങ്ങൾ മുഖത്തിടരുത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും ഒന്ന് ശ്രദ്ധിക്കേട്ടോ. പിന്നെ ഇത് ഇത്തിരി ഒന്ന് കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇതൊരു ജെല്ല് പോലെയാണ്, കാരണം നമ്മൾ കൂടുതലും ഇതിൽ ആലുവേറ ജെല്ലാണല്ലോ ചേർത്തത്. അപ്പം നമുക്കിനി ഇത് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് കട്ടിക്കായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. പാക്ക് കുറച്ച് ഈ ആലുവേറ ജെല്ലെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്, കുറച്ചൊരു കട്ടിക്കായിരിക്കും ഇരിക്കുന്നത്. ഇത് ഒരിക്കലും ലൂസായിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി കട്ടിക്ക് എടുക്കുക, നല്ല കട്ടിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു 15 അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാം നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചിലർ കണ്ടിട്ടുണ്ട് പാക്കൊക്കെ വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലും കഴുത്തിലും ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കഴുത്തിൽ ഇടാൻ മറക്കരുത്, ഇല്ലെങ്കിൽ രണ്ടും 2 കളറാവും കേട്ടോ. പ്രത്യേകിച്ച് ഈ ബീട്രൂട്ടിൻ്റെ ടിൻ്റൊക്കെ ഉള്ളതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഇതിട്ടിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒരുവിധം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മൾ കുറച്ച് വെള്ളത്തിൽ മുക്കി ആദ്യം ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ കണ്ടാൽ അറിയാമല്ലോ അല്ലേ. അപ്പം ഞാൻ എൻ്റെ മുഖം കഴുകിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുടച്ചിട്ട് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ,
അപ്പോൾ ദേ നിങ്ങൾക്ക് ഇപ്പോൾ എന്നെ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ആ ബീറ്റ്റൂട്ടിൻ്റെ പൗഡർ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു റെഡ് ടിൻറ്റ് വരുമ്പോഴും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആലുവേറ ജെൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഗ്ലോയിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം അധികം യൂസ് ചെയ്യാതെ ആലുവേറ ജെല്ലിലൊക്കെ ഇത് മിക്സ് ചെയ്തെടുത്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഗ്ലോ കിട്ടുന്നത് കേട്ടോ. ഇതിപ്പം ഇന്ന് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയറും മേക്കപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് നിങ്ങൾ ഏത് ഫംഗ്ഷനോ കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോവാട്ടോ. ഈ ഒരു ഗ്ലോ അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് പോകും കേട്ടോ. ഫേസ് വാഷ് ചെയ്യുന്നത് വരെ ഇത് നിൽക്കും കേട്ടോ. ഇത് പിന്നെ പെർമനൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. എങ്കിലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഗ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നറിലൂടെ വന്നാൽ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയൊക്കെയാണ് നമ്മുടെ ഫേസിൽ അത് നിരന്തരം നിൽക്കുള്ളൂ. അല്ലാതെ നമ്മളൊരു ഫേസ് പാക്ക് ഇട്ടാൽ അത് പുറമേ മാത്രം കുറച്ച് നേരത്തേക്കേ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അത് എന്തായാലും മാറും കേട്ടോ. അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഗ്ലോയിങ് ആയിട്ട് നല്ല ഫേസ് നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് ഞാൻ എന്തായാലും അടുത്ത് വെച്ച് നിങ്ങളൊന്നും കൂടെ കാണിച്ചു തരാവേ. ഇപ്പോൾ ദേ അടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇത് കണ്ടറിയാം. കണ്ടോ ആ ഒരു ഗ്ലോയും പിന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മുഖത്തിന് കുറച്ചും കൂടെ ഒരു ഒരു വെട്ടവും വെളിച്ചവും വന്നൊരു രീതിയില്ല. അത് നമ്മുടെ ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ പൗഡറിൻ്റെ ആ ഒരു റെഡ് കളർ കൊണ്ടാണ് കേട്ടോ. ഉള്ളിൽ നിന്ന് ഒരു നമ്മളൊരു ബ്ലഷൊക്കെ ഇട്ട പോലൊരു ഫീൽ. എനിക്ക് പിന്നെ പാടുകളുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ മുഖത്ത് കുരുപ്പ് വന്ന് പോയതാണ്. അപ്പോൾ അതിൻ്റെ പാടുകളുണ്ട്, അത് മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്ലോ കണ്ടോ നമ്മുടെ കഴുത്തിൽ ആ ഒരു സംഭവം, ഇതൊക്കെ ആ ഒരു നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിന് നല്ലൊരു രസമായിരിക്കും. നിങ്ങളുടെ ഫേസ് നല്ല രീതിയിൽ ഇരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സുലഭമായി കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം മതി നമുക്കിതിൽ. പിന്നെ ഉറപ്പായിട്ടും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത്. പിന്നെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. ബൈ.